നമസ്കാരം. എം ഒ പിയുടെ ക്ലാസ് ആണ്. അടുത്തത് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. കുറെ ക്വസ്റ്റ്യൻ പ്രീവിയസ് എക്സാമിന് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ വീഡിയോ ആയിട്ട് ആഡ് ചെയ്യണം എന്ന ഒരു റിക്വസ്റ്റ് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ വീഡിയോസ് ഇടുന്നത്. നമ്മൾ നേരിട്ട് ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം: അച്ചടക്ക നടപടികളിലെ നടപടിക്രമങ്ങളുടെ പകർപ്പുകൾ ഒപ്പിടേണ്ടതാരാണ്? അതായത് ഒരു ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ്, അച്ചടക്ക നടപടികൾ ജീവനക്കാർക്കെതിരെ ആർക്കെങ്കിലും എടുത്താൽ ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കുക, അത്തരത്തിലുള്ള നടപടികൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകർപ്പുകളിൽ ആരാണ് ഒപ്പിടേണ്ടത്? അതിൻ്റെ ആൻസർ ഹെഡ് ഓഫ് ഓഫീസാണ്. ഓഫീസ് മേധാവിയാണ് സൈൻ ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം: ഇക്കണോമി ലേബൽ എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എക്കണോമി ലേബൽ എന്ന് പറയുന്നത് കവറുകൾ വീണ്ടും ഉപയോഗിക്കുന്നതിനായി പുതിയൊരു ഫ്ലാപ്പ് ഒട്ടിക്കുന്ന സിസ്റ്റമാണ് ഈ എക്കണോമി ലേബൽ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച കവർ, ആ കവറിന്റെ പുറത്ത് അഡ്രസ്സൊക്കെ ഉണ്ടാവും, ഇങ്ങോട്ട് വന്ന അഡ്രസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കവറിന്റെ അങ്ങേ അറ്റം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ നിന്നൊരു വെള്ള പേപ്പർ കവറിന്റെ അത്രയും വലുപ്പത്തിൽ കീറി എടുത്തിട്ട് മുറിച്ചെടുത്ത് അവിടുന്ന് തിരിച്ചിങ്ങോട്ട് ഒട്ടിക്കും. തിരിച്ചിങ്ങോട്ട് ഒട്ടിച്ചു കഴിഞ്ഞാൽ ഈ അഡ്രസ്സ് എഴുതിയ ഭാഗം അടക്കം വെള്ളപ്പേപ്പർ കവർ ചെയ്ത് കളയും. അപ്പോൾ ആ വെള്ളപ്പേപ്പറിന്റെ മുകളിൽ പുതിയ അഡ്രസ്സ് എഴുതാം. ഇത്തരത്തിൽ ലേബൽ ചെയ്യുമ്പോൾ ഒരു കവർ ലാഭിക്കാം. ഇതൊക്കെ കുറേ മുമ്പേയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴും ചില ഓഫീസുകളിലെ ജീവനക്കാർ ഇത് ചെയ്യാറുണ്ട്. പക്ഷേ ബഹുഭൂരിപക്ഷം ഓഫീസുകളിലും ഈ എക്കണോമി ഒന്നും ഇപ്പം നോക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു കവറിന്റെ പൈസ ലാഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു ഫ്ലാപ്പ് വൈറ്റ് പേപ്പർ വെച്ച് ഒട്ടിച്ച് പഴയ കവറ്, തപാലായിട്ട് രജിസ്റ്റേർഡ് ആയിട്ടും ഒക്കെ വന്ന പഴയ കവറ് വീണ്ടും ഉപയോഗിക്കുന്നത്. അതിനാണ് നമ്മൾ എക്കണോമി ലേബൽ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ആസ്ഥാനത്ത് താമസിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കത്തുകൾ എത്തിക്കുന്നത്, അതായത് ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് ഏരിയയിൽ ഉള്ള ഉദ്യോഗസ്ഥരുടെ കത്തുകൾ എത്തിക്കുന്നത് ആരാണ്? സാധാരണഗതിയിലുള്ള കാര്യമാണ് പറയുന്നത്. അത് ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരാണ് എത്തിക്കുന്നത്. ഇനി ലോക്കൽ ഡെലിവറി രജിസ്റ്ററിന്റെ ഫോം എന്താണ്? ലോക്കൽ ഡെലിവറി രജിസ്റ്റർ നമുക്കറിയാം, പ്രാദേശികമായിട്ട് കവറുകളും ലെറ്ററുകളും ഒക്കെ അറിയിപ്പുകളും ഒക്കെ വിതരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു രജിസ്റ്ററാണ്. ആ രജിസ്റ്ററും ബന്ധപ്പെട്ട ഈ മെറ്റീരിയലും, അതായത് ഏതാണോ അയക്കുന്നത് അതടക്കം ഒരു ജീവനക്കാരൻ്റെ ഒരു മെസ്സഞ്ചർ എടുത്ത് കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. ആ മെസ്സഞ്ചർ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കവറ് തപാൽ സെക്ഷനിൽ കൊടുക്കും. ഈ ലോക്കൽ ഡെലിവറി ബുക്കിൽ ഒപ്പിട്ട് വാങ്ങുക ചെയ്യുക, റിസീവ് ചെയ്തു എന്നുള്ളതിന്. ആ ലോക്കൽ ഡെലിവറി രജിസ്റ്ററിന്റെ ഫോം ഏതാണ്? ഫോം 7ആണ്. 7 എന്ന് പറയുന്നത് മറ്റേ റോമൻ സംഖ്യ 7ആണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം: ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്റർ സൂക്ഷിക്കേണ്ട ഫോം. ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്റർ. അപ്പൊ നമുക്ക് ഒരു ഓഫീസിലേക്ക് ഉപയോഗിക്കേണ്ട സ്റ്റാമ്പുകൾ നമുക്ക് ലഭിക്കും ചിലപ്പോൾ ഗവൺമെന്റ് ഭാഗത്ത് നിന്ന്. അപ്പൊ സ്റ്റാമ്പുകൾ ലഭിക്കും. ആ സ്റ്റാമ്പുകൾ ഒട്ടിച്ചിട്ടാണ് നമ്മൾ ഡെസ്പാച്ച് ചെയ്യുക, ഓരോ കവറുകളും അയക്കുന്നത്. അപ്പോൾ അങ്ങനെ അയക്കുന്ന സമയത്ത് ഇതൊരു രജിസ്റ്ററിൽ ചേർക്കാറുണ്ട്. അയച്ച കാര്യവും എത്ര രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ചു, ഇത്തരം കാര്യങ്ങളൊക്കെ ആ രജിസ്റ്ററിൽ ചേർക്കുക. ആ രജിസ്റ്ററിനാണ് നമ്മൾ ഡെസ്പാച്ച് കം സ്റ്റാമ്പ് അക്കൗണ്ട് രജിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ രജിസ്റ്ററിന്റെ ഫോം എത്രയാണ് എന്നാണ്. ഫോം നമ്പർ 8ആണ്. എല്ലാം റോമനാണ്, 8. അടുത്ത ക്വസ്റ്റ്യൻ: റെക്കോർഡ് സെഷന്റെ ചുമതലക്കാരൻ ആരാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. റെക്കോർഡ് സെഷന്റെ ചുമതലക്കാരൻ റെക്കോർഡ് കീപ്പറാണ്. അടുത്ത ക്വസ്റ്റ്യൻ: റെക്കോർഡ് കീപ്പറുടെ ഇരിപ്പിടം റെക്കോർഡ് റൂമിലെ ഏത് ഭാഗത്തായിരിക്കണം? അതൊരു സ്ഥിരമായി കാണുന്ന ഒരു ചോദ്യമാണ്. റെക്കോർഡ് കീപ്പർ എവിടെയാണ് ഇരിക്കേണ്ടത്? റെക്കോർഡ് റൂമിന്റെ എവിടെയാണ് ഇരിക്കേണ്ടത്? അത് സെൻട്രലാണെന്ന് പറയും, ചിലർ പറയും സൈഡിലാണ്. അതൊക്കെ ആയിരിക്കും ഓപ്ഷൻ. സൈഡിലാണ്, സെൻട്രലാണ്. യഥാർത്ഥത്തിൽ എവിടെയാണ് ഇരിക്കേണ്ടത്? ആ എൻട്രൻസ് ഓഫ് ദ റെക്കോർഡ് റൂം, അറ്റ് ദ എൻട്രൻസ് ഓഫ് ദ റെക്കോർഡ് റൂം, അതായത് റെക്കോർഡ് റൂമിന്റെ പ്രവേശന കവാടത്തിലാണ് അദ്ദേഹം ഇരിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എൻ ഡിസ്പോസൽ ഒഴികെയുള്ള മറ്റ് തീർപ്പാക്കലുകൾക്ക് ശേഷം ഫയൽ റെക്കോർഡ് കീപ്പർക്ക് അയക്കുന്നത് ആരാണ്? നമുക്കറിയാം, എൻ ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ നിൽ ഡിസ്പോസലാണ്. നിൽ ഡിസ്പോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫയല് നമ്മൾ ഓഫീസിൽ സൂക്ഷിക്കുന്നില്ല. ബാക്കി KLRD ഒക്കെയാണ് സൂക്ഷിക്കുന്നത്. ഈ എൻ ഡിസ്പോസൽ സൂക്ഷിക്കുന്നില്ല. അപ്പൊ അത് തീർപ്പാക്കലുകൾ എല്ലാം തീർപ്പാക്കിയതിന് ശേഷം അത് ഒറിജിനൽ അടക്കമാണ് അയക്കുന്നത്.
ഫയല് റെക്കോർഡ് കീപ്പർക്ക് അയക്കുന്നത് ആരാണ്? അത് ഫെയർ കോപ്പി സൂപ്രണ്ടാണ്. അവിടെ അത് ഫയലിൽ സൂക്ഷിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് പിന്നെ ആ ഫയല് കീപ്പ് ചെയ്യുന്നില്ല. ശരിക്കും ഇത്തരത്തിലുള്ള എൻ ഡിസ്പോസൽ ഫയല് നമ്മൾ ഡെസ്പാച്ച് ചെയ്ത് പുറത്തേക്കാണ് വിടുന്നതെങ്കിൽ അത് ഒറിജിനൽ അടക്കമാണ് വിടുന്നത്. അതിൻ്റെ ഒരു കോപ്പിയും ഈ നമ്മളെ റെക്കോർഡ് റൂമിലോ ഓഫീസ് റൂമിലോ ഒന്നും അവിടെ ഓഫീസിൽ സൂക്ഷിക്കുന്നില്ല. അടുത്ത ചോദ്യം, പ്രത്യേക നടപടി ഒന്നും ആവശ്യമില്ലാത്ത എല്ലാ സർക്കാർ ഉത്തരവുകളും സാധാരണയായിട്ട് എന്താ ചെയ്യുന്നത്? ഒരാക്ഷനും എടുക്കാനില്ല, ഒരു ഉത്തരവിന്റെ കോപ്പി വന്നു, നമ്മൾ എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം. അവിടെ സൂക്ഷിച്ചിട്ടുള്ള ഫയലുകളിൽ അത് സൂക്ഷിക്കണം. ഇപ്പൊ സ്റ്റോക്ക് ഫയലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഓഫീസുകളിൽ. സ്റ്റോക്ക് ഫയൽ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള സർക്കാർ ഉത്തരവുകളൊക്കെ വന്നു കിടക്കുന്ന ഒരു ഫയലാണ്. അപ്പോൾ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും റെഫറൻസിന് വേണ്ടി അത്തരം കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഈ സ്റ്റോക്ക് ഫയൽ എന്ന് പറയും. അതുകൊണ്ട് പ്രത്യേക ആക്ഷൻസ് ഒന്നും ആവശ്യമില്ലാത്ത എല്ലാ സർക്കാർ ഉത്തരവുകളും നമ്മൾ എന്ത് ചെയ്യണം? ഫയൽ ചെയ്യണം എന്നാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്ററിന്റെ ഫോം എന്താണ്? ഫോം 10 കേട്ടോ. റോമൻ ലെറ്റേഴ്സ് ആണ് ഇതെല്ലാം നമ്മൾ ഈ നമ്പർ പറയുന്നത്. റെക്കോർഡ് ഇഷ്യൂ രജിസ്റ്ററിന്റെ ഫോം 10. അടുത്ത ക്വസ്റ്റ്യൻ, റെക്കോർഡ് കീപ്പർ തയ്യാറാക്കുന്ന കുടിശ്ശിക പട്ടികയിൽ അരിയർ ലിസ്റ്റ് റെക്കോർഡ് റൂമിൽ നിന്ന് എത്ര മാസത്തിലധികം പുറത്തുള്ള റെക്കോർഡുകൾ ഉൾപ്പെടുത്തണം? അപ്പൊ റെക്കോർഡ് കീപ്പർ, ആ റെക്കോർഡ് കീപ്പർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഓരോ കാലഘട്ടത്തിലും അരിയർ ലിസ്റ്റ് ഉണ്ടാക്കും. അരിയർ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ആ റെക്കോർഡ് റൂമിൽ നിന്ന് പല സെക്ഷനുകളിലേക്കായിട്ട് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരാത്ത റെക്കോർഡുകൾ കണക്കാണ്. റെക്കോർഡ് റൂമിലാണ് എല്ലാ റെക്കോർഡുകളും സൂക്ഷിക്കേണ്ടത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ റിക്വസ്റ്റ് സ്ലിപ്പിന്റെ അടിസ്ഥാനത്തിൽ റിക്വസിഷൻ സ്ലിപ്പ് കൊടുത്തിട്ട് ബന്ധപ്പെട്ട ക്ലർക്കുമാര് അവിടെ നിന്ന് മുൻകാല ഫയലുകൾ റഫറൻസിന് ഒക്കെ ആയിട്ട് വാങ്ങിക്കൊണ്ടുപോകും. അപ്പോൾ ആ വാങ്ങിക്കൊണ്ടുപോകുന്ന ഫയല് തിരിച്ച് അവിടെ എത്തിക്കേണ്ടതാണ്. എന്നാൽ അങ്ങനെ കൊണ്ടുപോയിട്ട് കൊണ്ടുവരാത്തവരുടെ ഒരു കണക്ക് റെക്കോർഡ് കീപ്പർ എടുക്കും. അത് എത്ര കാലത്തിനുള്ളിൽ തിരിച്ചു കൊണ്ടുവരാത്തവരുടെ കണക്കാണ് എടുക്കുന്ന ചോദിച്ചത്. അതാണ് അരിയർ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് റെക്കോർഡ് റൂമിന് പിന്നെ കീപ്പർ ഉണ്ടാക്കുന്നത് 3 മാസത്തിനുള്ളിൽ 3 മാസം കഴിഞ്ഞിട്ടും തിരിച്ചു കൊണ്ടുവരാത്തവരുടെ ലിസ്റ്റാണ്. അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത ചോദ്യം, ഹെഡ് മിനിസ്റ്റീരിയൽ ഓഫീസർ റെക്കോർഡ് റൂം വർഷത്തിലെ ചുരുങ്ങിയത് എത്ര തവണ പരിശോധിക്കണം? മിനിസ്റ്റീരിയൽ ഓഫീസറുടെ ജീവനക്കാരുടെ ഹെഡ്, തലവൻ, ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലുമാണ് പിന്നെ പരിശോധിക്കേണ്ടത്. എവിടെ? റെക്കോർഡ് റൂം പരിശോധിക്കേണ്ടത്. ഇനി ഓഫീസ് മേധാവി റെക്കോർഡ് സെക്ഷനിൽ വിശദമായ പരിശോധന നടത്തേണ്ടത് എപ്പോഴാണ്? ഒരു ഹെഡ് ഓഫ് ഓഫീസ്, അതായത് ഓഫീസ് മേധാവി ഒരു ക്വാർട്ടറിൽ ഒരു തവണയെങ്കിലും 3 മാസം കൂടുമ്പോൾ റെക്കോർഡ് റൂം പരിശോധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ചോദ്യം, പീരിയോഡിക്കൽ രജിസ്റ്റർ സൂക്ഷിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അതായത് അതിന്റെ ആൻസർ, പീരിയോഡിക്കൽ റിപ്പോർട്ടുകളും റിട്ടേണുകളും കൃത്യസമയത്ത് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പീരിയോഡിക്കൽ രജിസ്റ്റർ സൂക്ഷിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഓരോ സ്റ്റോക്ക് ഫയലിലെയും പേജുകൾ ഏത് നിറത്തിലുള്ള മഷി കൊണ്ട് നമ്പർ ഇടണം? സ്റ്റോക്ക് ഫയലിലെ മഷി നമ്പർ ഇടേണ്ടത് ചുവന്ന മഷി കൊണ്ടാണ്. അടുത്ത റൂള്, 5 ദിവസത്തെ നിയമം, അതായത് 5 ഡേയ്സ് റൂള് അനുസരിച്ച് പേപ്പറുകൾ ഓഫീസിനുള്ളിൽ സാധാരണയായി എന്ന് സമർപ്പിക്കണം? സാധാരണഗതിയിൽ പിന്നെ പേപ്പർ ലഭിച്ചു കഴിഞ്ഞാൽ, ഒരു തപാൽ ലഭിച്ചു കഴിഞ്ഞാൽ ലഭിച്ച തീയതി മുതൽ 5 ദിവസത്തിനുള്ളിൽ അതിലൊരു ആക്ഷൻ എടുക്കണം എന്നാണ് നിയമം. അതിനാണ് ഈ 5 ഡേയ്സ് റൂൾ എന്ന് പറയുന്നത്. അതിനെ തിരിച്ചു പറയരുത്. ഒരു പേപ്പർ, ഒരു തപാൽ വന്നാൽ 5 ദിവസം വരെ വെച്ചുകൊണ്ടിരിക്കാൻ നല്ല അർത്ഥം. മറിച്ച് 5 ദിവസത്തിനുള്ളിൽ അതിൻ്റെ പേരിൽ ഒരു നടപടി എടുക്കണം. അപ്പൊ ചില ഫയലുകളൊക്കെ തന്നെ നമ്മൾ പിന്നെ വിശദമായിട്ട് ഒരുപാട് റെഫറൻസ് ഒക്കെ വെച്ച് പഠിക്കേണ്ടതായിട്ടുള്ള ഫയലുകൾ ഉണ്ടാവും. അപ്പോൾ അതൊരു 5 ദിവസത്തിനകം ചിലപ്പോൾ നടന്നെന്ന് വരില്ല. അപ്പോൾ സെക്ഷൻ ക്ലർക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മേലെ അത് നോട്ട് എഴുതി സമർപ്പിക്കും. എന്ത്? ഈ ഫയല് വിശദമായി പഠിക്കാൻ 2 ആഴ്ച സമയം അനുവദിച്ചാലും എന്ന്
നോട്ട് എഴുതി സൂപ്രണ്ടിന് വെക്കും. സൂപ്രണ്ട് അത് അംഗീകരിച്ച് ഹെഡ് ഓഫ് ഓഫീസിന് വയ്ക്കും. ഹെഡ് ഓഫ് ഓഫീസ് അത് അംഗീകരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ ഫയലിൻ്റെ മേലെ 5 ഡേയ്സ് റൂളിൽ ഒരു ആക്ഷൻ എടുത്തു കഴിഞ്ഞു. വിശദമായി പഠിക്കാൻ 2 ആഴ്ച വേണം എന്ന കാര്യത്തിൽ അത് നിയമപരമായിട്ട് മേൽ ഓഫീസർമാർ അംഗീകരിച്ച് ചെയ്യുന്നതാണ്. അല്ലാതെ ഒരു ഫയല് ഒരു തപാല് വന്നു, അത് വന്ന് രജിസ്റ്റർ ചെയ്ത് അവിടെ ഒരു അനക്കവും ഇല്ലാതെ അവിടെ കിടന്നു കഴിഞ്ഞാൽ അത് 5 ഡേയ്സ് റൂളിന് വിരുദ്ധമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി റണ്ണിംഗ് ഫയലിലെ പേപ്പറിന് ചെക്കിംഗ് ഓഫീസർ ചോദിക്കുന്ന ചോദ്യത്തിന് എത്ര മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം? റണ്ണിംഗ് ഫയലിലെ പേപ്പറിന് ചെക്കിംഗ് ഓഫീസർ ചോദിക്കുന്ന ചോദ്യത്തിന് 48 മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണം എന്നാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫെയർ കോപ്പി സെഷനിൽ അയക്കാൻ ലഭിക്കുന്ന എല്ലാ പേപ്പറുകളും എത്ര കാലയളവിനുള്ളിൽ അയച്ചിരിക്കണം? ഫെയർ കോപ്പി സെക്ഷനിൽ അയക്കാൻ എത്തിയിട്ടുള്ള എല്ലാ കോപ്പികളും 24 മണിക്കൂറിനുള്ളിൽ അയച്ചിരിക്കണം എന്നാണ് MOPയിൽ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കോൾ ബുക്ക് പരിശോധനയ്ക്കായിട്ട് എത്ര കാലയളവിൽ സമർപ്പിക്കണം? കോൾ ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി ഇത് ഇവിടെ പറയാം. കോൾ ബുക്ക് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അതിന്റെ മലയാളം എന്ത് പറയാം? വിളിപ്പുസ്തകം എന്ന് പറയാം. അതായത് ഒരു സെക്ഷനിൽ ഒരു 6 മാസത്തിനുള്ളിൽ ആ പേപ്പറിൽ പിന്നെ അതില് ആ ഫയലിൽ ആ പേപ്പറിൽ ഒരു നടപടിയും എടുക്കാൻ സാധ്യതയില്ല. കാരണം അതിൻ്റെ തീരുമാനം എടുക്കുന്നതിനുള്ള നിർദ്ദേശം ഗവൺമെന്റിൽ നിന്ന് വരേണ്ടതുണ്ട്. അപ്പോൾ അയച്ചു കഴിഞ്ഞു, അത് ഗവൺമെന്റിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നാൽ മാത്രമേ ആ പേപ്പറിൽ ഒരു നടപടി എടുക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ അതിങ്ങനെ PR കീപ്പ് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ PR ഒരു പെൻഡിങ് കേസായിട്ട് അതവിടെ കിടക്കും. ഒരു നമ്മുടെ വർക്കിൽ ഒരു സുഖമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ കാര്യം ഇങ്ങനെയുള്ള 6 മാസക്കാലത്തേക്ക് ഓഫീസിൽ നടപടികളൊന്നും ആവശ്യമില്ലാത്ത കടലാസുകളിൽ, അത് 6 മാസത്തിന് മേലെ കഴിഞ്ഞിട്ടേ അതിൽ എന്തെങ്കിലും നടപടി വരികയുള്ളൂ എന്ന് കരുതുന്ന കടലാസുകൾ എന്ത് ചെയ്യണം? കോൾ ബുക്കിലേക്ക് ചേർക്കുക. അപ്പൊ കോൾ ബുക്ക് എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു സംവിധാനമാണ്. എന്നിട്ട് അതിലൊരു നടപടി ആവശ്യമായി വരുന്ന സമയത്ത് കോൾ ബുക്കിൽ നിന്നും തിരിച്ച് പിന്നെ നമ്മൾ പുതിയ നമ്പർ ഇട്ട്, പഴയ നമ്പറും പുതിയ നമ്പറും കൂടി ഇട്ട് വീണ്ടും രജിസ്റ്റർ ചെയ്ത് എങ്ങോട്ട് വരുന്നു? വീണ്ടും അത് PR ചേർത്ത് സെക്ഷനിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പുതിയ ഫയലായിട്ടും കൂടി നമുക്ക് ആ സമയത്ത് അതിൽ തീരുമാനം എടുക്കുന്ന സമയത്ത് അത് കരുതാവുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ വളരെ കാലത്തിന് ശേഷം തീരുമാനം എടുക്കേണ്ട പേപ്പറുകളാണ് ഈ കോൾ ബുക്കിൽ ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഒരു ഓഫീസിന് മുഴുവനായിട്ട് ഒരു കോൾ ബുക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൽ ഈ കോൾ ബുക്കിൽ ഇത്തരം ഫയലുകൾ എഴുതി ചേർക്കും. അതിൻ്റെ വലതുഭാഗത്ത് എന്ത് എഴുതും? ഈ ബന്ധപ്പെട്ട സെക്ഷന്റെ അക്ഷരങ്ങൾ, സെക്ഷൻ നമ്പറും കൂടി ചേർത്ത് വെക്കും. ഇപ്പൊ ചോദ്യം എന്തായിരുന്നു? ഇവിടെ ചോദിച്ചത് പിന്നെ കോൾ ബുക്ക് പരിശോധനയ്ക്കായി എത്ര കാലയളവിൽ സമർപ്പിക്കണമെന്നാണ്. കോൾ ബുക്ക് മാസത്തിലൊരിക്കൽ ശരിക്കും പരിശോധനയ്ക്കായിട്ട് സമർപ്പിക്കണമെന്നാണ് പറയുന്നത്. കോൾ ബുക്ക് മാസത്തിലൊരിക്കൽ. ഇനി അടുത്ത ചോദ്യം, എല്ലാ ഉദ്യോഗസ്ഥരും ഏത് സമയത്തിന് മുമ്പായി ഓഫീസിൽ ഹാജരാകണം? നമുക്കറിയുന്ന കാര്യമാണത്. 10 AM 10 AM മുമ്പ് ഓഫീസിൽ ഹാജരാവണം. അടുത്തത്, കൃത്യസമയത്ത് ഓഫീസിൽ എത്തുന്ന കാര്യത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടത് ആരാണ്? ഇപ്പൊ ഒരു സെക്ഷന്റെ കൺട്രോൾ ശരിക്കും സൂപ്രണ്ടിനായിരിക്കും. അപ്പൊ സൂപ്രണ്ടാണ് ഈ മാതൃക ആവേണ്ട ആള്. അടുത്ത ക്വസ്റ്റ്യൻ, ഉച്ചഭക്ഷണത്തിനുള്ള ഇടവേള എത്ര സമയമാണ്? ലഞ്ച് ബ്രേക്ക് എത്ര സമയമാണ്? 3/4 മണിക്കൂറാണ്, അഥവാ 45 മിനിറ്റ് ആണ് അതിനുള്ള സമയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്ര ദിവസത്തെ വൈകിയുള്ള ഹാജരിനാണ് ഒരു ദിവസത്തെ കാഷ്വൽ ലീവ് നഷ്ടപ്പെടുന്നത്? 3 ദിവസം ലേറ്റ് ആയാലാണ് ഒരു ദിവസത്തെ കാഷ്വൽ ലീവ് നഷ്ടപ്പെടുക എന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കുക. 3 ലേറ്റ് മാർക്കിങ്ങിനാണ് ഒരു ദിവസത്തെ കാഷ്വൽ ലീവ്. ഇനി ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാര് ആരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും? ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാര് സെക്ഷൻ ഹെഡിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും. ഓരോ സെക്ഷനിലേക്കായിരിക്കും. ആ സെക്ഷൻ ഹെഡിന്റെ
നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാജർ ബുക്കിന്റെ സൂക്ഷിപ്പുകാരൻ ആരാണ്? അറ്റൻഡൻസ് രജിസ്റ്ററിന്റെ സൂക്ഷിപ്പുകാരൻ ആരാണ് എന്നാണ് ചോദ്യം. അതിന് ആൻസർ ഓരോ സെക്ഷനിലേക്കും സെക്ഷൻ സൂപ്രണ്ടാണ്. ഓരോ സെക്ഷനിലെയും സെക്ഷൻ സൂപ്രണ്ടാണ് അറ്റൻഡൻസ് രജിസ്റ്റർ സൂക്ഷിക്കുന്നത്. ഇനി സൂപ്രണ്ട് ഹാജർ ബുക്ക് പരിശോധനയ്ക്ക് ശേഷം മാറ്റിവെക്കേണ്ട സമയം എപ്പോഴാണ്? എപ്പോൾ വരെ ഹാജർ ബുക്ക് ഇങ്ങനെ വെച്ചേക്കാം ഒപ്പിടാൻ വേണ്ടി? അത് ഓഫീസ് സമയം ആരംഭിച്ച് 10 മിനിറ്റിന് ശേഷം രജിസ്റ്റർ മാറ്റിവെക്കേണ്ടതാണ്. 10 മിനിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ജീവനക്കാരൻ കൃത്യസമയത്ത് ഓഫീസിൽ ഹാജരായില്ലെങ്കിൽ ഹാജർ ബുക്കിൽ അയാളുടെ പേരിന് നേരെ രേഖപ്പെടുത്തുന്ന വാക്ക് ഏതാണ്? അതാണ് ലേറ്റ് എന്നാണ് രേഖപ്പെടുത്തുന്നത്. കൃത്യസമയത്ത് ഓഫീസിൽ ഹാജരാക്കിയില്ലെങ്കിൽ അയാളുടെ പേരിന് നേരെ ആ കോളത്തിൽ ലേറ്റ് എന്ന് രേഖപ്പെടുത്തും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്ലർക്ക് ജോലി തുടങ്ങുന്ന ഓരോ ദിവസവും ചെയ്യേണ്ട ആദ്യ കടമ എന്താണ്? ഒരു ക്ലർക്ക് ജോലി തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട ആദ്യത്തെ പണി എന്താണെന്നാണ് ചോദ്യം. അത് റിമൈൻഡർ ഡയറി പരിശോധിക്കുക എന്നുള്ള. റിമൈൻഡർ ഡയറി പരിശോധിക്കുക. നമുക്കറിയുന്നതാണ് റിമൈൻഡർ ഡയറി. അത് പരിശോധിച്ചിട്ട് വേണം ജോലി തുടങ്ങാൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോൾ ബുക്ക് നമ്പർ റിമൈൻഡർ ഡയറിയിൽ കണ്ടാൽ ക്ലർക്ക് ആരോടാണ് കോൾ ബുക്കിൽ നിന്നുള്ള വിവരങ്ങൾ ആവശ്യപ്പെടേണ്ടത്? കോൾ ബുക്കിൽ നിന്നുള്ള വിവരങ്ങൾ ലഭ്യമാക്കാൻ ആവശ്യപ്പെടേണ്ടത് തപാൽ ക്ലർക്കിന്റെ അടുത്താണ്. ആൻസർ തപാൽ ക്ലർക്കിനോടാണ് കോൾ ബുക്കിൽ നിന്നുള്ള. അത് റിമൈൻഡർ ഡയറിയിൽ കോൾ ബുക്കിന്റെ നമ്പർ കണ്ടു കഴിഞ്ഞാൽ അതിലുള്ള ക്ലർക്ക് എന്ത് ചെയ്യണം? തപാൽ ക്ലർക്കിനോട് അതിന്റെ കോൾ ബുക്കിൽ നിന്നുള്ള വിവരങ്ങൾ ആവശ്യപ്പെടുക. ഇനി അനൗദ്യോഗിക റഫറൻസുകളും അൺഒഫീഷ്യൽ റഫറൻസുകളും മറുപടികളും അടങ്ങുന്ന ഫയലിനെ എന്തു വിളിക്കുന്നു എന്നാണ് അടുത്ത ചോദ്യം. ആ ഫയലിനാണ് നമ്മൾ നോട്ട് ഫയൽ എന്ന് പറയുന്നത്. നോട്ട് ഫയൽ എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ അത് വിളിക്കുന്നത്. ഇനി നമ്മൾ പറയേണ്ട ചോദ്യങ്ങൾ, കോൺഫിഡൻഷ്യൽ കവറുകൾ തുറക്കേണ്ടത് ആരാണ്? കോൺഫിഡൻഷ്യൽ കവറുകൾ തുറക്കേണ്ടത് ആരാണെന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ ഏത് ഉദ്യോഗസ്ഥനാണോ അയച്ചിരിക്കുന്നത് അദ്ദേഹമാണ്. ആരുടെ പേരിലാണോ ആർക്കാണോ ആ കവർ വന്നിരിക്കുന്നത് അദ്ദേഹമാണ് അത് തുറക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തപാൽ തുറക്കുന്നതും സീൽ വെക്കുന്നതും ആരുടെ സാന്നിധ്യത്തിലാണ്? ഓഫീസ് മേധാവിയുടെ സാന്നിധ്യത്തിലാണ്, അല്ലെങ്കിൽ ഓഫീസ് ഹെഡിന്റെ സാന്നിധ്യത്തിലാണ് തപാൽ തുറക്കുന്നതും സീൽ വെക്കുന്നതും. എന്നാൽ ഓഫീസ് മേധാവി അല്ല തുറക്കുന്നത്, അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തപാൽ ക്ലർക്ക് തപാൽ തുറക്കുന്നത് നിരീക്ഷിക്കേണ്ടത് ആരാണ്? ഹെഡ് ഓഫ് ഓഫീസാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഫീസ് സമയത്തിന് ശേഷം ലഭിക്കുന്ന തപാലുകൾ വിതരണം ചെയ്യേണ്ടത് എപ്പോഴാണ്? ഓഫീസ് സമയത്തിന് ശേഷമാണ് ലഭിക്കുന്നതെങ്കിൽ അതിന്റെ ഉത്തരം അടുത്ത ദിവസമാണ്. ഓഫീസിൽ ലഭിക്കുന്ന തപാൽ തുറന്ന് രേഖപ്പെടുത്തേണ്ടത് ഏത് രജിസ്റ്ററിലാണ്? അത് രേഖപ്പെടുത്തേണ്ടത് ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിലാണ്. തപാൽ ക്ലർക്ക് തപാലുകൾ നമ്പർ ഇടുന്ന ഏത് ബുക്കിലാണ്? അത് തന്നെയാണ് ഈ ഡിസ്ട്രിബ്യൂഷൻ രജിസ്റ്ററിലാണ് നമ്പർ ഇടുന്നത്. ഡെസ്പാച്ച് സെക്ഷനിൽ സൂക്ഷിക്കേണ്ട പ്രധാന രജിസ്റ്ററുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഡെസ്പാച്ച് സെക്ഷനിൽ സൂക്ഷിക്കേണ്ട പ്രധാന രജിസ്റ്റർ അറിയപ്പെടുന്നത് ഡെസ്പാച്ച് കം അക്കൗണ്ട് രജിസ്റ്റർ എന്നാണ് അതിന്റെ പേര്. ഡെസ്പാച്ച് കം അക്കൗണ്ട് രജിസ്റ്റർ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ഇനി സ്റ്റാമ്പ്സ് അഫിക്സ്ഡ് ഓൺ പെറ്റീഷൻസ് ഓർ അതർ ഡോക്യുമെന്റ്സ് should first be defaced either by applying date stamp or cancelling by. അതായത് ഈ പരാതികളിലും മറ്റ് ഡോക്യുമെന്റുകളിലും പതിച്ചിട്ടുള്ള തപാൽ സ്റ്റാമ്പ്, സാധാരണ പതിച്ചിട്ടുള്ള സ്റ്റാമ്പുകൾ ആദ്യം ഡീഫേസ് ചെയ്യണമെന്നാണ് പറയാം. അത് വീണ്ടും ഉപയോഗിക്കാതിരിക്കാൻ വികൃതമാക്കണം, അല്ലെങ്കിൽ ഡീഫേസ് ചെയ്യണം. അതിന് വേണമെങ്കിൽ
ഒരു തീയതിയുള്ള സീൽ പതിച്ചാൽ മതി. അല്ലെങ്കിൽ ഈ സ്റ്റാമ്പ് ക്രോസ് ചെയ്തിട്ട് ക്യാൻസലിംഗ് എന്ന് എഴുതാം. അതിനാണ് നമ്മൾ ഡീഫേസ് ചെയ്യുക എന്ന് പറയുന്നത്. അതാരാണ് ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. അത് തപാൽ ക്ലർക്കാണ് ഡീഫേസ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ഔട്ട് ഓഫ് ഓഫീസ് അവേഴ്സ് ഓൺ ആൻഡ് ഓൺ ഹോളിഡേയ്സ് ദ ക്ലർക്ക് ഓൺ ഡ്യൂട്ടി ഷുഡ് സീ ദാറ്റ് എനി ടെലഗ്രാം ഓർ അതർ കമ്മ്യൂണിക്കേഷൻ മാർക്ക്ഡ് സ്പെഷ്യൽ ഓർ അർജന്റ് ഓർ എക്സ്പ്രസ് ആർ സെൻഡ് ടു. അപ്പോൾ സ്പെഷ്യൽ ഡ്യൂട്ടിയിലുള്ള ഒരു ക്ലർക്ക്, അതായത് ലീവ് ദിവസം ഡ്യൂട്ടിയിലുള്ള ഒരു ക്ലർക്ക്, അങ്ങനെയുള്ള ഡ്യൂട്ടി വരാറുണ്ട്. ഒരു കളക്ടറേറ്റിലെ റവന്യൂവിലൊക്കെ അങ്ങനെയുള്ള ഡ്യൂട്ടികൾ ഉണ്ടാവും. ലീവ് ദിവസവും അവിടെ ചില ക്ലർക്കുമാർ ജോലി ചെയ്യും. ആ ക്ലർക്കുമാർക്ക് പിന്നീട് അന്ന് ഹോളിഡേ വന്നതിന് പകരം ഓഫ് കൊടുക്കുക ചെയ്യുക. അപ്പോൾ അത്തരം ഒരു ദിവസത്തിൽ ഒരു കവർ വന്നു, സ്പെഷ്യൽ ഓർ അർജന്റ് എന്ന് പറഞ്ഞിട്ടൊരു കവർ വന്നാൽ ആ കവർ അദ്ദേഹം ആർക്ക് എത്തിച്ചു കൊടുക്കണം? ഹെഡ് ഓഫ് ഓഫീസിന് എത്തിച്ചു കൊടുക്കണം. അതാ ആൻസർ. അടുത്ത ചോദ്യം, one of the undermentioned staff member is responsible to send urgent communications received during holidays and out of office hours to the head of office by the special messenger. അതായത് ആരാണ് ഈ ഉത്തരവാദിത്തം? അതായത് അർജന്റ് കമ്മ്യൂണിക്കേഷൻസ്, ഹോളിഡേയ്സിൽ വരുന്ന അർജന്റ് കമ്മ്യൂണിക്കേഷൻസ് സ്പെഷ്യൽ മെസ്സഞ്ചർ വഴി ഹെഡ് ഓഫ് ഓഫീസിന് എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ് എന്നാണ് ചോദ്യം. അത് ഡ്യൂട്ടി ക്ലർക്കിനാണ്. അന്നേ ദിവസം ഹാജരായിട്ടുള്ള ഡ്യൂട്ടി ക്ലർക്കിനാണ് അതിൻ്റെ ഉത്തരവാദിത്തം. ആൻസർ ഡ്യൂട്ടി ക്ലർക്ക് എന്നാണ്. പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് കിട്ടുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒഴിവാക്കിയിട്ടാണ് അടുത്ത വീഡിയോസൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് പിന്നെ MOP കൂടുതൽ നന്നായി മനസ്സിലാവുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.